മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷേട്ടൻ ഒരു കത്രിക ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്. ആദിലേൻ്റെ അടുത്ത് ചോദിച്ചു, അതേപോലെ തന്നെ അനുമോളുടെ അടുത്ത് ചോദിച്ചു. അനുമോൾ ആദ്യം പറഞ്ഞു ഞാൻ തരില്ല എന്ന്. അനുമോളെ ചേച്ചി എന്ന് വിളിച്ചതിൻ്റെ ദേഷ്യത്തിലാണ് അനുമോൾ പറഞ്ഞത്. അനുമോൾ തിരിച്ച് വിളിക്കുന്നുണ്ട്, അളിയാന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് അളിയാന്ന് വിളിക്കേണ്ട, എൻ്റെ അനീഷയെന്ന് വിളിച്ചാൽ മതിയെന്ന്. അങ്ങനെ ആദില നൂറൊക്കെ ആയിട്ട് അനുമോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ അനുമോൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എഴുന്നേറ്റ് കഴിയുമ്പോൾ അനീഷേട്ടനോട് അനുമോൾ പറയുന്നുണ്ട്, ആദിലേൻ്റെ കൂടെ അനീഷേട്ടൻ നടന്നു പോവുകയാണ്, കത്രിക ആദിലേൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേറെ ആരുടെ അടുത്തുണ്ടോ ചോദിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് അനുമോൾ പറയുന്നുണ്ട്, അനീഷേട്ടാ നമ്മൾ രണ്ടും മാത്രമാണെങ്കിൽ ഞാൻ അനീഷേട്ടന് കത്രിക തരും, ഞാൻ മാത്രമാണ് ആ ഒരു പൂവിനെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചു തരുള്ളൂ. അനീഷേട്ടന് ഇപ്പോൾ ടിഷ്യൂ പേപ്പറും കൊണ്ട് പൂവ് ഉണ്ടാക്കാനുള്ള ഭയങ്കര ആഗ്രഹത്തിൽ തന്നെയാണ്. അനുമോൾ ഫ്ലവറെല്ലാം ഉണ്ടാക്കിയിട്ട് അനുമോളുടെ ബെഡിൻ്റെ സൈഡിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് തന്നെ അനുമോൾ അത് ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെയാണെങ്കിലും നമ്മുടെ ലക്ഷ്മിക്ക് ആ ഒരു സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞപ്പോഴൊക്കെ അനുമോൾ കൊണ്ടുപോയി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ അനുമോളാണ് അനീഷേട്ടന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഞാൻ വരാം, ഞാൻ വേറെ ആരെയും കൂട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആദില വന്നപ്പോൾ ആദിലനെ അനുമോൾ ഓടിച്ചു വിടുന്നുണ്ട്. അങ്ങനെ അനീഷേട്ടന് ഇപ്പോൾ പൂവ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അനുമോളോട് അനീഷേട്ടൻ പറയുന്നുണ്ട്, അനുമോൾക്കല്ല പഠിക്കേണ്ടത്, എനിക്കാണ് പഠിക്കേണ്ടതെന്ന്. അനുമോൾ പറയുന്നുണ്ട്, കുറച്ച് ക്ഷമയൊക്കെ വേണം ചേട്ടാ, ഞാൻ പഠിപ്പിച്ച് തരാം, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി, ഇത് വേഗം തന്നെ പഠിക്കാൻ, സിമ്പിളായിട്ട് പഠിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനീഷേട്ടനെ പൂവുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മുടെ അനുമോൾ.